ശ്രീ പ്രശാന്ത്, ഈ വഖഫ് നിയമ ഭേദഗതിയിൽ BJP-യോടൊപ്പം കേരളത്തിൽ നിന്ന് ഒരു MP കൂടെ നിൽക്കുമെന്നുള്ളത് ഏതാണ്ട് ഒന്ന് ഉറപ്പായി വരികയാണ്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ആ MP മനസ്സിലാക്കി എന്നല്ലേ നമ്മൾ അർത്ഥമാക്കേണ്ടത്? നിജസ്ഥിതി മനസ്സിലാക്കി എന്നുള്ളതല്ല, നിജസ്ഥിതി ഇവർക്കൊക്കെ നേരത്തെ അറിയാമല്ലോ സാറേ. നമ്മൾക്കല്ലേ പാവം പിടിച്ച പൊതുജനത്തിനല്ലായിരുന്നു വഖഫ് എന്തുവാണെന്നും അതിൻ്റെ നിയമം പ്രശ്നം എന്തുവാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്തുവാണെന്നൊക്കെ അറിയാൻ പറ്റാതെ പോയത്. MP-മാർക്കും രാഷ്ട്രീയക്കാർക്കും അറിയാൻ പറ്റാതൊന്നും ഇരുന്നില്ല. അവരത് ഒതുക്കി പിടിച്ചിരുന്നു ആർക്കൊക്കെ വേണ്ടിയോ. ആ നിയമങ്ങൾ ഉണ്ടാക്കിയതും ആർക്കൊക്കെ വേണ്ടിയായിരുന്നല്ലോ. അല്ലെങ്കിൽ 1954 നെഹ്റു ആ നിയമം കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ആരും പറഞ്ഞിട്ട് കൊണ്ടുവന്നല്ല. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ആരോ ഓതിയ മന്ത്രമാണ്. പുതിയനാവശ്യമൊന്നുമല്ല. വഖഫ് നിയമ ഭേദഗതിയും കൊണ്ട് അന്ന് അദ്ദേഹം വന്നു. അന്ന് ഇതിനിത്രയും കാഠിന്യമില്ലായിരുന്നു, ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. അതിനുശേഷം പലവട്ടം ഈ കോൺഗ്രസ് ആരും ആവശ്യപ്പെടാതെ പൊതുജനത്തിന് താല്പര്യമില്ലാത്തൊരു വിഷയം രഹസ്യമായിട്ട് എടുത്തു വെച്ച് ഇത്രയും താല്പര്യപ്പെടുന്ന രീതിയിലും അല്ലെങ്കിൽ ആര് കേട്ടാലും അന്തിക്കുന്ന രീതിയിലും ഒരു നിയമം പാസ്സാക്കി കൊണ്ടുവന്നില്ലേ. നരസിംഹറാവുവിൻ്റെ കാലത്ത് അതിന് പരിഷ്കരണം ഉണ്ടാക്കി, കൂടുതൽ സാധ്യത ഉണ്ടാക്കി. വഖഫ് ഭൂമി എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും അവസാനം ഈ പറയുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വന്ന ഭേദഗതി എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന വസ്തു അവരുടെയാണ്. ഒരു കാര്യമില്ല. അത് അല്ലെന്ന് തീരുമാനിക്കാൻ ആർക്കും അധികാരം ട്രൈബ്യൂണൽ ആരുടെ ഭാഗമാണ്? വഖഫിൻ്റെ ഭാഗമാണ്. ഇതുപോലെ നിയമം പാസ്സാക്കിക്കൊണ്ടിരുന്നതിൻ്റെ സാർ ഇത്രയും പ്രായമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ എനിക്കും നമുക്ക് കുറേ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ ആരെങ്കിലും സമരം ചെയ്തതായിട്ട് സാറിനറിയാം? വഖഫ് അല്ലെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്ന്. വഖഫ് നിയമം എന്തോന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ പോലും ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പഠിക്കാൻ തുടങ്ങിയത് ഈ ഒരു വിഷയം ഇപ്പം ചർച്ചയായപ്പോഴാണ്. അതായത് ഈ മുനമ്പം വിഷയം കേരളത്തിൽ വന്നപ്പോൾ, അവിടുത്തെ 1300 കുടുംബങ്ങൾ ഇറങ്ങാൻ പോകുന്ന ഒരു വിഷയം വന്നപ്പോൾ, അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ, അവർ സമരത്തിൻ്റെ ഭാഗമായപ്പോൾ വഖഫ് നിയമ ഭേദഗതി ഈ പറഞ്ഞതുപോലെ BJP വരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ ആൾക്കാർ വരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഫ്രാൻസിസ് ജോർജ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഈ മുനമ്പം നിൽക്കുന്നത് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലാണ്. അവിടെ ഹൈവേയുടെ മുനമ്പം നിൽക്കുന്ന എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലാണെങ്കിൽ ഇപ്പം സമരത്തിൻ്റെ ഏതോ ഇത്രാമത്തെ ദിവസം ആ സമരത്തിനായി അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഫ്രാൻസിസ് ജോർജ് MP-യെ മാത്രം 19 MP-മാരുണ്ടല്ലോ. 19 MP-മാരിൽ ക്രിസ്ത്യാനികൾ ഒത്തിരി പേരുണ്ടല്ലോ. ഫ്രാൻസിസ് ജോർജിനെ ആണല്ലോ വിളിച്ചതിനകത്ത് വേറെ വലിയ രാഷ്ട്രീയമുണ്ട്. അതാ ഫ്രാൻസിസ് ജോർജ് അവിടെ ചെന്ന് പറഞ്ഞത്. ഇഷ്ടത്തോടു കൂടി പറഞ്ഞതല്ല സാറേ. ഇതിനകത്ത് വഖഫ് നിയമ ഭേദഗതിക്കകത്ത് ക്രിസ്ത്യാനിക്ക് ഒരു അജണ്ടയുണ്ട്. അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി വന്നില്ലെങ്കിൽ മുനമ്പത്തെ വസ്തു നഷ്ടപ്പെടുമല്ലോ. അത് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ചെന്ന് BJP-കാരൻ ആ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, BJP-യുടെ MP അവിടെ ചെന്ന് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ബാക്കിയുള്ളവരവിടെ പോകാൻ തയ്യാറാവുന്നത്. അവിടെ പോയിട്ട് അവരെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുമ്പോൾ, അവരെ ഈ അടുത്ത 2026 ഇലക്ഷൻ വരെ പറ്റിച്ച് കൂടെ നിർത്താൻ ഇവിടുത്തെ ഇടതുപക്ഷം ശ്രമിക്കുമ്പം അവർക്കിത് മനസ്സിലായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കരുത്തുള്ള ഒരിടത്തെ MP അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഇതുവരെ നിന്നിട്ടുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ പാർട്ടി എന്ന് പറഞ്ഞുള്ള പാർട്ടി, ആ പാർട്ടിയുടെ MP-യെ തന്നെ അവിടെ വിളിച്ചിട്ട് അയാളുടെ അഭിപ്രായം അവർ പറയിച്ചതാണ്. അല്ലെങ്കിൽ ആ അഭിപ്രായത്തിനപ്പുറം ഒരു അഭിപ്രായം മുനമ്പത്ത് പോയി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ആയാലും ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആയാലും പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം MP ആയിട്ട് വരുന്നൊരവസ്ഥ ഉണ്ടാവത്തില്ല. ഇത് കേരളത്തിൽ മൊത്തം ബാധിക്കാൻ പോവുക. മുനമ്പം സാറ് പറഞ്ഞല്ലോ എറണാകുളത്താണ്. ഈ മുനമ്പം വിഷയം ഇതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനി അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി അവരെ കളിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് പറയുന്നത് പറ്റിപ്പാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, ഇവിടുത്തെ പിണറായി വിജയൻ നിൽക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് വളരെ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി വ്യാജമല്ലാതെ പ്രതികരിക്കാൻ ക്രിസ്ത്യാനികൾ തയ്യാറായാൽ അടുത്ത പ്രാവശ്യം BJP-ക്കായിരിക്കും ഉണ്ടോ? അല്ലെ, ഹൈബീഡൻ അവിടെ ചെന്ന് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോടൊപ്പമാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ MP സ്ഥാനം രാജിവെച്ചു. നിങ്ങളോടൊപ്പമാണെന്ന് പറയാമെങ്കിൽ MP സ്ഥാനം രാജിവെക്കട്ടെ. അയാൾ ആരെയാ കബളിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഭേദഗതി നിയമത്തിനോടൊപ്പം ഒപ്പം നിൽക്കട്ടെ. ഇപ്പോഴും അദ്ദേഹം കബളിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്? അതെ സാറേ, ഈ നിയമത്തിനകത്ത് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമനിർമ്മാണ സഭ, നിയമസഭയും പാർലമെന്റും ഒക്കെയാണ്. അവിടെ പാസ്സാക്കുന്ന നിയമത്തിനെ അതിജീവിക്കാൻ സുപ്രീം കോടതിക്ക് പോലും പാടാ. അങ്ങനെ നിയമമില്ല. ആ നിയമത്തിന്റെ ബില്ലിനകത്ത് ഇവരെങ്ങനെ ഇവിടെ കമ്മീഷനെ വെച്ചിട്ട് വസ്തു തീരുമാനിക്കാൻ പറ്റുന്നേ?
വക്കഫ് നിയമ ഭേദഗതി ബില്ലിനകത്ത് വക്കഫ് നോട്ടീസ് കൊടുത്താൽ അതിൻ്റെ അവസാന വാക്ക് വക്കഫ. അതിനകത്ത് വേറെ ആർക്കും തീരുമാനിക്കാം. സുപ്രീം കോടതി തീരുമാനിക്കാൻ പറ്റാത്ത കാര്യം ഇവിടെ ആർക്കാ തീരുമാനിക്കാൻ പറ്റുന്നത്? മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടിക്കും ഇരുന്ന് തീരുമാനിക്കാനൊന്നും പറ്റത്തില്ല. അത് ആരെയാ പഠിപ്പിക്കുന്നത്? കമ്മീഷൻ വെച്ച് ഇതുപോലൊരു കമ്മീഷൻ ഉണ്ടാക്കിയാണല്ലോ ആ ഭൂമി വക്കഫിൻ്റെതാണെന്ന് VS തീരുമാനിച്ചു കൊടുത്ത്. ആ കമ്മീഷൻ അപ്പോൾ ഈ കമ്മീഷൻ പറയുമോ ഇത് വക്കഫിൻ്റെ അല്ലെന്ന് ഈ കമ്മീഷൻ പറയാമോ? അപ്പോൾ എന്തോ രണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ രണ്ട് അഭിപ്രായം. അപ്പോൾ ഏത് ജുഡീഷ്യൽ കമ്മീഷനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്? ഇതെന്ത് ഇത് ഏത് കാലമായത്? ആരെയാ കബളിപ്പിക്കുന്നത്? അപ്പൊ ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MP കൂടി അല്ല, ഫ്രാൻസിസ് ജോർജ് ആ നിലപാടിലേക്ക് വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ആ ഒരു നിലപാടെടുക്കാൻ ആ പാർട്ടിക്ക് സ്വതന്ത്രമായിട്ട് കഴിയും. അതുകൊണ്ട് ആ പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ട് നിലപാടെന്ന് പറഞ്ഞൊരു പാർട്ടിക്കൊന്നും സംഭവിക്കാനില്ല. അതൊരു പ്രത്യേക പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു നിലപാട് അവിടെ പറയാൻ തീരുമാനിച്ചത് തന്നെ ഒരു ദിവസം ജോസഫിൻ്റെയും കൂടെ തീരുമാനമായിരിക്കും. അല്ല, കോൺഗ്രസിനെ ഇപ്പോൾ വെട്ടിലാക്കുമല്ലോ. കോൺഗ്രസ് വെട്ടിലാവും. കാരണം ജോസഫിൻ്റെയും കൂടെ തീരുമാനമായിരിക്കും. കാരണം ഇന്ന് ആദ്യമേ അവരുടെ നിലനിൽപ്പല്ലേ അവർ നോക്കുന്നേ. സാറേ, ആ മുസ്ലിം ലീഗിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടി വക്കഫിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിക്കുമെങ്കിൽ ആ വക്കഫിന്റെ ഭാഗം അല്ലെങ്കിൽ വക്കഫ് നിയമം ഭേദഗതി വരുത്താൻ പറ്റത്തില്ലെന്ന് ഉറക്കെ പറയാൻ സാധിക്കുമെങ്കിൽ വക്കഫ് നിയമ ഭേദഗതി ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് അനുകൂലമല്ല, അതുകൊണ്ട് അതിന് BJPയുടെ കൂടെ നിൽക്കുമെന്ന് പറയാൻ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് കഴിയണം, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് കഴിയണം. അതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് BJPയുടെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നാളെ കാലത്തെ അവർ നിൽക്കാൻ തീരുമാനിച്ചത് അവരുടെ തീരുമാനമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ തീരുമാനമാണ്. അതിവിടെ മനസ്സിലാക്കണം. ഇവിടുത്തെ ഒരു പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ സംഘടിതമായ വോട്ടുള്ളൂ എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ലെന്നും അങ്ങനെയല്ല, എല്ലാവർക്കും സംഘടിതമായ വോട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ട കടമ ഒരു പക്ഷേ ക്രിസ്ത്യാനിക്കും വേറെ സമുദായത്തിനും ഒക്കെ ആയിരിക്കും. അത് അവരുടെ ഭാഗമാണ്, അവരുടെ പാർട്ടിയുടെ ഭാഗം. നമ്മളീ പറയും ഏതായാലും ഈ തീരുമാനം ഇപ്പം ഫ്രാൻസിസ് ജോർജ് എടുത്തിരിക്കുന്ന തീരുമാനം, കേരള കോൺഗ്രസ് ജോസഫിൻ്റെ UDFൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ജോസഫ് എടുത്തിരിക്കുന്ന തീരുമാനം BJPയുടെ നിയമ ഭേദഗതി വക്കഫ് നിയമ ഭേദഗതിയുടെ കൂടെയാണ് ഞാൻ. ആ നിയമ ഭേദഗതിക്ക് വേണ്ടി BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യേണ്ടി വന്നാൽ വോട്ട് ചെയ്യും എന്നാണ് മുനമ്പത്ത് ചെന്നിട്ട് ആ നിവാസികളോട് പറഞ്ഞത്. അപ്പം BJPക്ക് അനുകൂലമായിട്ട് ഞാൻ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടർത്ഥമുണ്ട്. നിങ്ങൾ BJPയുടെ ഭാഗമാണെന്ന് എനിക്കറിയാം. ആ വിഷയത്തിൽ ഞാനും BJPയുടെ ഭാഗമാണ്. എനിക്കതിന് മടിയില്ല. BJP ആകുന്നതിന്, നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആരുടെ ഭാഗമാകുന്നതിനും മടിയില്ല എന്ന് വളച്ചുകെട്ടിൽ കൂടി പറയുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾക്ക് അവിടെ കാണുന്നത്. പക്ഷേ അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം കൂടി ഞാൻ കാണുന്നുണ്ട്. ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു ഭാവി വെച്ച് നോക്കുമ്പോൾ അല്ലേ ഫ്രാൻസിസ് ജോർജ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിലും. അതെ, ജോസഫ് ഇതിനകത്ത് ഈ അടുത്ത പ്രാവശ്യം 2026 UDF കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഈ പറയുന്ന ആർക്കും ആ ഒരു പ്രതീക്ഷ, ആ ഒരു അതുകൂടെ കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷയും കൂടെ നഷ്ടപ്പെട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകും. സാറേ, പിന്നെ പ്രതീക്ഷിച്ചിട്ടൊന്നും നമ്മൾ ഈ പ്രതീക്ഷ കൊടുത്ത് നിർത്താൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ സമയമാണ് 2026 ഇവിടുത്തെ നിയമസഭാ ഇലക്ഷൻ കൂടി. അതിന് മുമ്പ് ഈ പറയുന്നത് പോലെ MP ആയിട്ടിരിക്കുന്നത് MP-യുടെ ആനുകൂല്യം മേടിക്കുമെന്നല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നിന്നുള്ള ഈ ഘടകകക്ഷികൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒന്നും ഒരു പ്രസക്തിയും ഇല്ലാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്കിരിക്കുന്ന MP ആയിട്ടും MLA ആയിട്ടും ഒക്കെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ പെൻഷൻ മേടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യം മേടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. നാളെ അതേ സമയം ഈ ഫ്രാൻസിസ് ജോർജ് തന്നെ BJPയുടെ ഭാഗമാകിയ കേന്ദ്രമന്ത്രിയാവും. അല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്ന് BJP ഈ നമുക്ക് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത് മുതൽ നമ്മൾ കാണുകയാണ് ഈ ക്രൈസ്തവ സഭകളെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന ഒരു രീതി. അതിൻ്റെ ഒരു ഭാഗം കൂടി ആയിരിക്കാം. അതെ, ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നതിന് മുമ്പ് അൽഫോൺസ് കണ്ണന്താനം ആയിട്ടുണ്ട്. അല്ല, ജോർജ് കുര്യന് വേറൊരു ജനകീയ മുഖം കൂടി ഉണ്ട്. പറഞ്ഞതിനോട് യോജിച്ചാ ഞാൻ പറഞ്ഞത്. വളരെ കാലയെ കൂട്ടി BJP ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അവർക്ക് കേരളം വലിയ പ്രതീക്ഷയിലാണ്. അതിനകത്ത് ഹിന്ദുവിൻ്റെ വോട്ട് കൊണ്ട് മാത്രം ഇവിടെ ഈ കേരളം പിടിക്കാൻ പറ്റത്തില്ല, ക്രിസ്ത്യാനിയുടെ വോട്ട് വേണം. അതിനെ സ്വാധീനിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിനപ്പുറം കേന്ദ്രം കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രതീക്ഷ വെച്ചാണ് ഈ അൽഫോൺസ് കണ്ണന്താനെ അന്ന് മന്ത്രിയാക്കിയത്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് വേണ്ട ഗുണം കിട്ടിയില്ല. രണ്ടാമതിപ്പം ജോർജ് കുര്യൻ പോലും ഓർക്കാതെ അല്ലെങ്കിൽ അതിശയത്തോടു കൂടി ഒരു മന്ത്രിസ്ഥാനം കൊടുത്തതും ക്രിസ്ത്യാനിക്ക് വേണ്ടിയാണ്. ആ ജോർജ് കുര്യൻ പക്ഷേ നമ്മൾ ഈ പറയുന്നതൊക്കെ അല്ല, ക്രിസ്ത്യാനിക്കിടയിലേക്ക്
ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അത് എല്ലാ മതസ്ഥരിലും സർവ്വസമ്മതനാണ്. സർവ്വസമ്മതനാണ്. ഒരു പക്ഷേ നാളെ ആ ഒരു പറച്ചിൽ എത്രത്തോളം അർത്ഥം, നാളെ കാലത്തെ കേരളത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പോലും രഹസ്യമായിട്ട് ആലോചിക്കുന്ന പേര് ജോർജ് കുര്യൻ്റെ എന്നൊരു വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. എത്രത്തോളം ശരിയാവുന്നോ അല്ലെങ്കിൽ അതിനകത്ത് എത്രത്തോളം കാര്യമുണ്ടെന്നോ എനിക്കറിയത്തില്ല. ഏതായാലും BJP കളിക്കുന്ന കളി വളരെ നേരത്തെ കൂട്ടി തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനിയും കൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ള കളിയാണ്. ആ കളി വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ മുനമ്പം വിഷയത്തിലും വഖഫ് വിഷയത്തിലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ഇപ്പോഴും ക്രിസ്ത്യാനിയുടെ ഭാഗമല്ല, ന്യായത്തിൻ്റെ ഭാഗമല്ല, ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇതിനെപ്പറ്റി, ഈ കാര്യത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പള്ളിയിലച്ചന്മാർക്കും അവരുടെ സഭാ മേലധ്യക്ഷന്മാരും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. വഖഫിനകത്ത് ഒരു കബളിപ്പീർ നടത്തി 2026 ഇലക്ഷനെ ഫേസ് ചെയ്യാമെന്ന് LDFും UDFും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.